ഗുഡ് ആഫ്റ്റർനൂൺ വിദ്യാർത്ഥികളെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ടോപ്പിക്ക് ആദിമ മനുഷ്യൻ്റെ പണിയായുധ നിർമ്മിതികളെ പറ്റിയിട്ടാണ്. അവർ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ്, എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. മൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷികളും ചിമ്പൻസികളും പോലുള്ള മറ്റ് മൃഗങ്ങളും, മനുഷ്യന്മാർ മാത്രമല്ല, പക്ഷികളും ചിമ്പൻസികളെ പോലെയുള്ള മറ്റു മൃഗങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ചില ആയുധങ്ങളൊക്കെ അവരുടെ ആഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മനുഷ്യരുടെ പണിയായുധ നിർമ്മാണം എന്ന് പറഞ്ഞാൽ കുരങ്ങുകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ്. കാരണം മനുഷ്യൻ തലച്ചോറിൻ്റെ ഉപയോഗം, കൈകാലുകളുടെ വിദഗ്ധമായ ഉപയോഗം, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ ഓർമ്മശക്തിയും സംഘടനാ വൈദ്യമൊക്കെ വെച്ചിട്ടാണ് മനുഷ്യൻ എന്തുണ്ടാക്കുന്നത്? ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ് പക്ഷികളും ചിമ്പൻസികളൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ നിന്നും വ്യത്യാസം എന്ന് പറയാൻ കാരണം. നമുക്ക് മനുഷ്യൻ ആദ്യമായി ശിലകൾ കൊണ്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കിയത്. ഈ ശിലകളിൽ നിന്ന് സ്റ്റോണുകളുണ്ട്. ആദ്യം സ്റ്റോൺ ടൂൾസ് ആണല്ലോ ഉപയോഗിച്ചിരുന്നത്. ഈ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചതിൻ്റെ തെളിവ് ആദ്യമായി നമുക്ക് കിട്ടിയത് എത്യോപ്യയിൽ നിന്നും കെനിയയിൽ നിന്നുമാണ്. ആദ്യത്തെ ശിലായുധ നിർമ്മാതാക്കൾ ആസ്ട്രലോപിത്തക്കസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ കരുതപ്പെടുന്നത്. ഇനി ഈ ശിലായുധങ്ങൾ നിർമ്മിച്ചത് ആണായിരുന്നോ പെണ്ണാണോ, അല്ലെങ്കിൽ സ്ത്രീകളായിരുന്നോ പുരുഷന്മാരായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ടാണോ ഉണ്ടാക്കിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമല്ല. എന്തായാലും കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് സ്ത്രീകളും പുരുഷന്മാരും ശിലായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവാനാണ് ചാൻസ്. സ്ത്രീകൾ അവർക്ക് വേണ്ടിയും മുലപ്പാൽ കൊടുക്കുന്ന നിർത്തിയതിന് ശേഷം കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഭക്ഷണം സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി അവർ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണം. എന്നാലും ഇത്തരത്തിലുള്ള ശിലായുധങ്ങളും ആയുധങ്ങളൊക്കെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഉള്ള ആയുധങ്ങൾ ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം 35,000 വർഷങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ ഭക്ഷണം കിട്ടിയിരുന്ന വഴികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പ്ലാൻഡ് ഹണ്ടിങ് ആരംഭിച്ചിട്ട് 35,000 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തേൽ നിന്നും ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുമ്പായപ്പോൾ ഈ ആയുധങ്ങളുടെ നിർമ്മാണത്തിലും മറ്റുമൊക്കെ പുരോഗതി ഉണ്ടായി. മൃഗങ്ങൾക്ക് നേരെ അറിയാവുന്ന, എറിഞ്ഞിട്ട് മൃഗങ്ങളെ പിടിക്കാൻ പറ്റുന്ന കുന്തങ്ങളും അമ്പും വില്ലും ഒക്കെ തുടങ്ങിയ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ഉപയോഗിക്കുകയും, വേട്ടയാടുന്നതിൽ തന്നെ കെണി വെച്ച് പിടിക്കുക, അതായത് മാംസം എല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണക്കി പുകയിട്ട് സൂക്ഷിക്കുന്ന രീതിയൊക്കെ ഇവർ ആരംഭിച്ചു. പിന്നെ മൃഗങ്ങളെ കെണിവെച്ച് പിടിച്ച് അവരുടെ തോലുണക്കി, തോലിൽ നിന്ന് വസ്ത്രങ്ങളും മറ്റൊക്കെ, രോമവസ്ത്രങ്ങൾ, അമ്പിളി വസ്ത്രങ്ങൾ, തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയതും ഈ 35,000 വർഷം കാലപ്പഴക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ വസ്ത്രനിർമ്മാണത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചികളുടെ കണ്ടെടുത്താണ്, തുന്നൽ സൂചി. ഇന്നത്തേൽ നിന്നും ഏകദേശം 21,000 വർഷങ്ങൾക്ക് മുമ്പാണ് തുന്നിയ വസ്ത്രങ്ങളൊക്കെ ആദ്യമായി മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ദെൻ പഞ്ച് ബ്ലേഡ് രീതി ഉപയോഗിച്ച് ചെറിയ ഉളി പോലുള്ള ആയുധങ്ങളും അന്നത്തെ കാലത്ത് നിർമ്മിച്ചു. എല്ലുകളിലും മാൻകൊമ്പിലും ആനക്കൊമ്പിലും മരത്തിലും മറ്റും കൊത്തുപണികൾ ചെയ്യാനും ഇതോടെ ഈ ഉളി കിട്ടിയോടുകൂടി കൊത്തുപണികളും ഇത്തരം വസ്തുക്കളുടെ മുകളിൽ ചെയ്യുന്നതിന് സാധ്യമായി. ഇതൊക്കെയായിരുന്നു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. എന്തായാലും മറ്റുള്ള ജീവികളും ഉപയോഗിക്കാറുണ്ട്, ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മാതിരി വെൽ പ്ലാൻഡായിട്ട് ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ ശിലായുധമാണ് ഉപയോഗിച്ചത്. ഇത് എവിടെ നിന്നൊക്കെയാണ് തെളിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആദ്യത്തെ ആയുധ നിർമ്മാതാക്കൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ആയുധങ്ങൾ ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ 35,000 വർഷം പഴക്കം, ഇന്നത്തിൽ നിന്നൊരു 30,000 വർഷം പഴക്കം മുമ്പത്തെ വർഷങ്ങളായപ്പോഴേക്കും ഈ ആയുധ നിർമ്മാണത്തിലൊക്കെ മാറ്റമുണ്ടായി. കാരണം അമ്പ്, വില്ല് എറിഞ്ഞ് കുത്തി പിടിക്കുന്നതിനുള്ള സാധനങ്ങൾ, പിന്നെ മൃഗങ്ങളുടെ തോല് ഉണക്കി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ വസ്ത്രനിർമ്മാണത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സൂചികളുടെ ഉപയോഗമായിരുന്നു, തുന്നൽ സൂചി. ഈ തുന്നൽ സൂചി ഉപയോഗിച്ച് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ സൂചി ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട്
ഉള്ളത്, അല്ലെങ്കിൽ ഏകദേശം 21,000 വർഷം പഴക്കമുള്ള വസ്ത്രങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ്. പിന്നെ അതേമാതിരി കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഉളികളും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ്. ഇതൊന്ന് ചുരുക്കിയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അവരുടെ ഭക്ഷണ രീതി, എവിടെയായിരുന്നു താമസിച്ചതെന്ന് പറഞ്ഞ മാതിരി അവർ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചെന്നുള്ളതിന് ഒരു ചെറിയൊരു രൂപരേഖ. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ മനുഷ്യൻ ശിലായുധങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ എല്ലും മരമൊക്കെ ചൂടാക്കിയിട്ടുള്ള ആയുധങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.